സ്വാഗതം ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്. ഈ സിറിയയാണ് ഇപ്പോൾ പ്രധാന വാർത്തയിൽ ഇടം പിടിച്ചു നിൽക്കുന്നത്. സിറിയയിൽ വലിയ അട്ടിമറിയൊക്കെ നടന്നു. സിറിയയെ പുനർനിർമ്മിക്കണമെന്നാണ് ഇടക്കാല പ്രധാനമന്ത്രി പറയുന്നത്. പക്ഷെ വേണ്ടത്ര പണമില്ല. അതാണിപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനോടൊപ്പം തന്നെ സിറിയയിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ട ഒരു പ്രധാന കാര്യം. ചരിത്രം ഘനീഭവിച്ച് നിൽക്കുന്ന സിറിയ, സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള സിറിയ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുൾപ്പെടെ വലിയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ വലിയ ആത്മബന്ധമുള്ള ഒരു രാജ്യം. കിഴക്കിൻ്റെ ഒക്കെയും അധിപനായ മെത്രാന്റെ ആസ്ഥാനം ദമാസ്കസിൽ. സിറിയ വളരെ പ്രത്യേകതയുള്ള, മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതകളുള്ള, വൈകാരിക പ്രാധാന്യമുള്ള രാജ്യം. ആ രാജ്യം ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറുന്നു എന്ന് പറയുമ്പോൾ, അതായത് ആർക്കും നിയന്ത്രണമില്ലാത്തൊരവസ്ഥ. ആരാണ് അറ്റ് ദ ഹെൽം ഓഫ് അഫയേഴ്സ് ഇൻ സിറിയ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാനാവില്ലാത്ത ഒരു കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷം. വേണമെങ്കിൽ ഭംഗ്യാന്തരേണ പറയാം, എ കോയലീഷൻ, അൽ ബഷീർ എന്ന പ്രധാനമന്ത്രി നയിക്കുന്ന ഒരു കോയലീഷൻ, അല്ല എങ്കിൽ HTS എന്ന സിറിയൻ വിമത സേന, ഹയത്ത് തെഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന സംഘടനയുടെ പോരാട്ട വീര്യത്തിന്റെ സന്തതിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല എങ്കിൽ വിശാലമായ അമേരിക്കൻ, ഇസ്രയേലി, ടർക്കിഷ് സ്കീമിന്റെ വിജയവും റഷ്യൻ ഇറാനിയൻ സ്കീമിന്റെ പരാജയവും കൺവേർജ് ചെയ്യുന്ന ആ പോയിന്റിൽ നടന്ന ഭരണമാറ്റം. ആ ഭരണമാറ്റം നല്ലതിനോ തീയതിനോ എന്നത് is a $1 million question. When it comes to the $1 million issue, it is the economy which is in shambles. ടൂറിസം മാത്രം മതി സിറിയക്ക് രക്ഷപ്പെടാൻ. ചരിത്രപരമായ ടൂറിസം മാത്രം മതിയാകും. പക്ഷെ അവിടെ കാല് കുത്തിയാൽ ബോംബാണ് വീഴുന്നതെങ്കിൽ എങ്ങനെയാണ് ആളുകൾക്ക് വരാൻ കഴിയുക? അലപ്പോയിലും ഡമാസ്കസിലും ഒക്കെ ഉള്ള ചരിത്ര സ്മാരകങ്ങൾ കാണാൻ തന്നെ ആളുകൾ വരേണ്ടതാണ്. പക്ഷെ അവിടെ എല്ലാം തന്നെ നിയന്ത്രണം, പല മിലിഷ്യകളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഇറാൻ. HTS എന്ന മിലിഷ്യ ഇപ്പോൾ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന വ്യക്തി, 42 വയസ്സുകാരനായ സാമാന്യ ചെറുപ്പക്കാരനായ ഒരാൾ, അദ്ദേഹത്തിന്റെ ഒരു വൈഭവം ആണ് ഒരു പക്ഷേ ഇപ്പോൾ കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ആരുടെ താല്പര്യമാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്? റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് സിറിയ മാറുമോ? മറ്റൊരു അഫ്ഗാനിസ്ഥാനായി സിറിയ മാറുമോ? എല്ലാ സാധ്യതയും ആ രീതിയിലാണ്. കാരണം പുള്ളിപ്പുലിയുടെ തോല് മായാൻ ബുദ്ധിമുട്ടാണ്, മായില്ല തന്നെ. അതുകൊണ്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പൂർവാശ്രമമുള്ള ഒരു വ്യക്തി, അൽ ഖൈദയുടെ ഒരു ബ്രാഞ്ചായി വളർന്നു വന്ന ഒരു സംഘടനയുടെ ചുമതലക്കാരൻ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ വിദേശ രാജ്യങ്ങളെ അംഗീകരിക്കും, പാശ്ചാത്യ യൂറോപ്യൻ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കില്ല, ഞങ്ങൾക്ക് സിറിയൻ ദേശീയതയും അറബി ദേശീയതയും മാത്രമാണ്, ഈ സംവിധാനത്തെ ഉടച്ചു വാർക്കും. ഉടച്ചു എന്നത് കറക്റ്റാണ്, വാർക്കാൻ പറ്റുമോ എന്നത് ചിന്തനീയമായ കാര്യമാണ്. അത് വാർക്കണമെങ്കിൽ, ഉടച്ചു വാർക്കണമെങ്കിൽ ലോട്ട്സ് ഓഫ് പ്ലെയേഴ്സ് ഇൻക്ലൂഡിങ് അമേരിക്കൻസ്, 10th പ്രൊവിൻസ് നിയന്ത്രിക്കുന്ന അമേരിക്കൻ സൈന്യം, അതുപോലെ അമേരിക്കൻ സൈന്യത്തിന്റെ ചൊൽപ്പടിയിലാണ് കുർദിഷ് നാഷണൽ ഫോഴ്സസ്, കുർദിഷ് ആർമി. കുർദുകൾക്ക് സ്വന്തമായ ഒരു പ്രവിശ്യ തന്നെ ഉണ്ട്. 30% സിറിയയുടെ മണ്ണിന്റെ 30% കുർദുകളുടെ കയ്യിലാണ്. എക്കാലത്തും കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി കുർദുകളുടെ കൈവശമാണ്. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്, SDF എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ട്. അതുപോലെ ടർക്കിഷ് നിയന്ത്രണമുള്ള ഒരു ഫോഴ്സ് ഉണ്ട്, സിറിയൻ നാഷണൽ ആർമി എന്ന് പറയും. അതുപോലെ തന്നെ അമേരിക്കൻ സാന്നിധ്യം. ഇതിനൊക്കെ പുറമെയാണ് HTS. ഇതിനെല്ലാം പുറമെ റഷ്യൻ, ഇറാനിയൻ സൈനിക താവളങ്ങൾ ഇവിടെ ഉണ്ട്. റഷ്യയുടെ താവളങ്ങൾ, വ്യോമ താവളങ്ങൾ, അതുപോലെ നാവിക താവളങ്ങൾ. ഇവിടെ നിന്നെല്ലാം റഷ്യ ജീവനം കൊണ്ട് ഓടുന്ന കാഴ്ചയാണ്. വിമാനങ്ങൾ മാറ്റിക്കഴിഞ്ഞു. കപ്പലുകൾക്ക് നേരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ അത് റഷ്യ നേരിട്ടിടപെടേണ്ടി വരുമെന്ന കാരണത്താൽ റഷ്യ ഉൾവലിഞ്ഞു നിൽക്കുകയാണ്. ഇറാന്റെ പൊടി പോലും കാണാനില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് അവിടെ ഭരിക്കുന്നത്? അത് മാത്രമല്ല, ഇസ്രായേൽ സിറിയയിൽ കയറി ഇറങ്ങി മേയുകയാണ്. ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം ഡമാസ്കസിന്റെ 25 കിലോമീറ്റർ ചുറ്റളവിൽ വരെ എത്തിക്കഴിഞ്ഞു. അതിനർത്ഥം
ഗോലാൻ കുന്നുകൾ 1967 6 ഡേ വാറിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത, അതായത് സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളുടെ 2/3 ഇസ്രായേലിന്റെ കൈവശമാണ്. ബാക്കി ഒരു 1/3 കൂടി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞു. അതിനുശേഷമുള്ള ബഫർ സോണും ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശമാണ്. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ, ഈ കഴിഞ്ഞ 3 ദിവസം അവിടെ പുതിയ ഭരണകൂടം വന്നു, അല്ലെങ്കിൽ അധികാര കൈമാറ്റം വന്നു. ആ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇസ്രായേൽ പരിപൂർണമായി ആ രാജ്യത്തിന്റെ എയർ സ്പേസ് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക്. ഈ അട്ടിമറിക്ക് പിന്നിൽ ഇസ്രായേലും റഷ്യയും ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഇസ്രായേലും അമേരിക്കയും ഉണ്ടെന്നാണ് പറയുക. അതെ അതെ, അമേരിക്ക, US. ഇതൊക്കെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് തന്നെ എന്ന ഒരു പ്രമാണം അനുസരിച്ച് എന്തുമേതും ലോകത്ത് എവിടെ എന്ത് നടക്കുമ്പോഴും അതിന് പിന്നിൽ ഇസ്രായേൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മൊസാദിന്റെ കരങ്ങൾ, അല്ലെങ്കിൽ ആ നീരാളിപ്പിടുത്തം അങ്ങോട്ട് നീങ്ങുമല്ലോ. പക്ഷെ ഇത് വെറും ആലങ്കാരികമായി പറയാവുന്ന ഒരു കാര്യമല്ല. ഇസ്രായേൽ വാസ് പ്ലാനിങ്, പ്ലോട്ടിങ്, എഞ്ചിനീയറിംഗ്. കാട്ടിലൊരു നിയമമുണ്ട്, ഈ ആനിമൽസ് ഒക്കെ വളരെ സ്ലോ ആകുമ്പോൾ, പ്രായാധികമായി പരിക്കുകൾ പറ്റി പയ്യെ ആകുമ്പോൾ കുറുനരികൾ ചുറ്റും കൂടും, വീഴുമ്പം ഭക്ഷിക്കാം. സിറിയ ആദ്യം നിന്നപ്പോൾ ഇസ്രായേൽ തന്ത്രപരമായ തീരുമാനമെടുത്തു. നൗ ഓർ നെവർ, വൺ ഡേ ബഷർ അൽ അസദ് ഗവൺമെന്റ് വിൽ ഫോൾ, ദാറ്റ് വാസ് ഇമിനന്റ്. അതറിയാനുള്ള ബുദ്ധിയൊക്കെ ഇസ്രായേലിനുണ്ട്. ഇസ്രായേൽ കൂടി നട്ട് നനച്ച് വളർത്തുന്ന ഒരു സംവിധാനമാണ് പലയിടത്തും ഉള്ളത്. അതുകൊണ്ട് ഇസ്രായേലിന് സീക്രട്ട് ഇൻപുട്ട് ഉണ്ട്. അവിടെ ഇസ്രായേൽ ആ നിമിഷം തന്ത്രപരമായ ഒരു കാര്യം ചെയ്തു. ഹിസ്ബുള്ളയാണ് പലപ്പോഴും ബാഷർ അൽ അസദിന്റെ ഭരണകൂടത്തെ താങ്ങി നിർത്തിയിരുന്ന. ഇറാനും റഷ്യക്കും പുറമെ തറയിൽ ഓപ്പറേഷൻസ് ആവശ്യമുള്ളപ്പോൾ ഹിസ്ബുള്ളയെ വിളിക്കൂ, അസദിനെ രക്ഷിക്കൂ, ഈ മുദ്രാവാക്യമാണ് അവിടെ മുഴങ്ങുന്നത്. അപ്പോൾ ലെബനനിൽ നിന്നും ബെയ്റൂട്ടിൽ നിന്നും ഡമാസ്കസിലേക്ക് ഹിസ്ബുള്ളയുടെ ഗറില്ലകൾ, അവർക്ക് 100,000 സൈനികരുണ്ടെന്നാണ് പറയുന്നത്, ട്രെയിൻഡ് മിലിഷ്യ ഉണ്ടെന്നാണ് പറയുക. അവിടെ HDSന്റെ ആർമിക്ക് കേവലം 25,000 പേരെ വെച്ചിട്ടാണ് അവർ പിടിച്ചതെന്ന് ഓർക്കണം. ഇവിടെ 100,000 ഉണ്ട്. ആ 100,000 നാട്ടുപൊട്ടിഞ്ഞിരിക്കുകയാണ് ഇസ്രായേലി ആക്രമണത്തിൽ. അത് മാത്രമല്ല, അവസാനം അവരൊക്കെ കൈകോർത്തു, യുദ്ധമില്ല കരാറായി. വെടിനിർത്തൽ, 60 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്ന് നവംബർ മാസം 27-ാം തീയതി HTSന്റെ ഭാഗത്ത് നിന്ന് അലപ്പോ നഗരം പിടിക്കുന്നു. അതിനുശേഷം ഹംസ് പിടിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഹമാ നഗരം പിടിക്കുന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 11 ദിവസത്തിനുള്ളിൽ HTSന്റെ പടയോട്ടം ഡമാസ്കസിൽ അവസാനിക്കുകയും ഭരണമാറ്റം സാധിക്കുകയും ചെയ്തു. ഇതിന് പിന്നിൽ ടർക്കിയാണ് സഹായിച്ചതെന്ന് ഭംഗ്യാന്തരേണ പറയാമെങ്കിലും ടർക്കിയുടെ എർദോഗാനും ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവും പരസ്യമായ ശത്രുക്കളാണ്. പക്ഷേ their interest converge in the case of replacing the regime in Damascus. അതാണ് ഇസ്രായേലിന്റെ പദ്ധതിയുടെ വിജയം എന്ന് പറയാൻ കാരണം. അത് മാത്രമല്ല, രാസായുധങ്ങൾ, ജൈവായുധങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. സിറിയയിൽ ഉണ്ടല്ലേ രാസായുധം ഉണ്ടല്ലോ. വനത്തിൽ ഫാൻറ്റം ഉണ്ടെന്നാണ് ഒരു ഐതിഹ്യം, അല്ലെ? മാന്ത്രികനായ മാൻഡ്രേക്ക് ന്യൂയോർക്കിലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഡമാസ്കസിന്റെ ചുറ്റുപാടും പ്രാന്തപ്രദേശത്ത് രാസായങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇല്ലാതെ ബാഷർ അൽ അസദിനെ, സ്വന്തം ജനതയെ നിലനിർത്താനാവില്ല. അതുകൊണ്ട് ക്രൂരമായ 3rd ഡിഗ്രി വയലൻസിനും പീഡനങ്ങൾക്കുമാണ് ബാഷർ അൽ അസദ് സ്വന്തം ജനതയെ, തന്നെ എതിർക്കുന്ന സ്വന്തം സിറിയൻ ജനവിഭാഗത്തെ ഉപയോഗിച്ചത്. അതുകൊണ്ട് രാസായുധങ്ങൾ ഉണ്ട്, ഇൻ സം ഫോം ഓഫ് ദി അതർ. ജൈവായുധങ്ങൾ ഉള്ളതായി ഭയപ്പെടുന്നു. പക്ഷെ ഇതേ ഭയം ഇതുണ്ടോ എന്ന് സാറ് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതേ ഭയം സദ്ദാം ഹുസൈനെ കുറിച്ച് ഉണ്ടായിരുന്നു. നമ്മൾ നിറം പിടിപ്പിച്ച കഥകൾ വെറുതെ കേട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടക്കാരൻ കെമിക്കൽ അലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശം ഒരുപാട് രാസായുധങ്ങളുടെ ശേഖരം ഉണ്ടായിരുന്നു. അവസാനം അമേരിക്കൻ ആർമി ഇറച്ചു കയറി, അമേരിക്കൻ എയർഫോഴ്സ് ഡൊമിനേറ്റ് ചെയ്തു, സദ്ദാം ഹുസൈനെ പരാജയപ്പെടുത്തി. കയറിക്കഴിഞ്ഞപ്പോൾ ആടുമില്ല, ആട് കിടന്നിടത്ത് കൂടെയുമില്ല. ഒരൊറ്റ രാസായുധം കണ്ടെത്താൻ ഇറാഖിൽ കഴിഞ്ഞില്ല. അതുപോലെ ആവുമോ ഇത് എന്നറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാസായുധ കേന്ദ്രങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ, ആയുധ സംഭരണശാലകൾക്കെതിരെ, തുറമുഖങ്ങൾക്കെതിരെ, ഇൻഫ്രാസ്ട്രക്ചറുകൾക്കെതിരെ ഇതെല്ലാം തന്നെ ശക്തമായ ഇസ്രായേലി ആക്രമണം സംഭവിച്ചു. താറുമാറായി നിൽക്കുകയാണ് ഇപ്പോൾ സിറിയ. അതുകൊണ്ട് പുതിയ ഭരണകൂടത്തിന്റെ കയ്യിൽ വിനാശകാരികളായ ആയുധങ്ങൾ എത്തുന്നില്ല എന്ന ഉറപ്പ് ഇസ്രായേലിനുണ്ട്. അതുപോലെ പണമുണ്ടെങ്കിലല്ലേ ഇനി ആയുധം വാങ്ങാനാവൂ. ആര് കൊണ്ട് കൊടുക്കാനാണ്? ഇനി പണവുമില്ല, ഖജനാവ് കാലിയാണ്, കൈ മലർത്തുകയാണ് പുതിയ ഭരണകൂടം. അൽ ബഷീർ എന്ന പുതിയ പ്രധാനമന്ത്രി പറഞ്ഞു, ചില്ലിക്കാശ് 5 പൈസ ഇല്ല എന്നാണ് പറയുന്നത്. നോ ഡോളേഴ്സ്,
നോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അവൈലബിൾ ഫോർ സിറിയ. അതുകൊണ്ട് പാപ്പരായി നിൽക്കുന്ന സിറിയ പല്ല് കുഴിഞ്ഞ സിംഹമാണ്. ഇസ്രയേലിനെ ആശ്വസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.